ഹായ് ഹലോ. അപ്പോൾ ഇന്ന് പൊതുവെ എണീക്കാനെക്കാട്ടിലും നേരത്തെ 1 മണിക്കൂർ നേരത്തെ എണീച്ചതുകൊണ്ട് 1 മണിക്കൂർ നേരത്തെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നേരം വെറുതെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ എൽഎസ്എസ് ആൾ വന്നിട്ട് നമ്മൾ അവിടുത്തെ കൊമ്പ് ചില്ലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കിയെന്ന് അങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് അകത്തേക്ക് വന്ന് നോക്കി. അപ്പോൾ നമുക്കിന്ന് കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് രാവിലെ 7:30 ആകുമ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിയും. അപ്പോൾ ഞാൻ പാറക്കുട്ടീനെയൊക്കെ ഒന്ന് നോക്കി വന്ന് പിന്നെ വേറെ പണിയൊന്നും കാര്യമായിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ പുറത്തേക്ക് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ചെടി നനച്ചാലോ എന്ന് വിചാരിച്ച് വെള്ളം എടുത്ത് നനയ്ക്കുമ്പോഴാണ് ഓർമ്മ വന്നത് ഇന്നലെ മോട്ടർ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് തന്നെ വെള്ളമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പാറക്കുട്ടി എണീച്ച് അവളെ പല്ലൊക്കെ തേപ്പിച്ച് പുറത്തിരുത്തിയിട്ട് രാവിലത്തെ ചായ കൊടുക്കുകയാണേ. അപ്പോൾ ഇന്ന് ദോശയും ചട്നിയായിരുന്നു. ഇന്നലെ അത് തന്നെ ആയതുകൊണ്ട് തന്നെ ഇന്ന് കഴിക്കാൻ ഇത്തിരി മടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ 1 2 പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിപ്പിച്ചു കേട്ടോ. കുറച്ചൊക്കെ മടി ഉണ്ടെങ്കിലും അവളെക്കൊണ്ട് ഒരുവിധം എങ്ങനെയൊക്കെയോ ഞാൻ കുറച്ചൊക്കെ കഴിപ്പിച്ചു. ഒരു ദോശയുടെ പകുതി വരെ അവൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ ചായ അവൾ അത്യാവശ്യം കുടിക്കും കേട്ടോ. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ പതുക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് അവളുടെ ഒരു ഡാൻസും പാട്ടൊക്കെയാണ് കേട്ടോ. കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്ന് പിന്നെ അകത്തേക്ക് ഞാനൊന്ന് വേഗം പോയിട്ട് റെഡി ആവട്ടെ വിചാരിച്ചിട്ട് ഞാൻ അകത്തേക്ക് തന്നെ കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പാറക്കുട്ടി അകത്തുനിന്ന് അവളുടെ ബൊമ്മയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അവൾ ഇമ്മൂന്നാട്ടോ വിളിക്കുന്നത്. അവളുടെ ഇമ്മൂനായിട്ട് കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നു. അതിന് ഉറക്കുന്നുണ്ടായിരുന്നു. പാട്ടൊക്കെ പാടിച്ച് അങ്ങനെ കുറച്ച് നേരം ഇന്ന് അവൾക്ക് എന്നും ഇല്ലാത്തൊരു പുന്നാരായിരുന്നേ. ഒരു ബ്യൂട്ടി കുത്തൊക്കെ വേണമെന്ന് പറഞ്ഞു. ഒരു ബ്യൂട്ടി കുത്തൊക്കെ വെച്ച് കൊടുത്ത്. സ്വതവേ വെക്കാറൊന്നും ഇല്ല കേട്ടോ. ഇന്നൊരു ബ്യൂട്ടി കുത്ത വെച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിലൊരു വെള്ളപ്പാട് കണ്ടപ്പോൾ അത് എന്താണെന്ന് അന്വേഷിച്ചാണ്. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു എനിക്ക് ഡ്രസ്സ് കിട്ടാനുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കുറച്ച് നേരം കണ്ടു നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് അവളതായിട്ടുള്ള അവിടുന്ന് ഒരു സ്റ്റിക്കർ എന്തോ കിട്ടിയപ്പോൾ അവളുടെ ഇമ്മൂൻ്റെ തലയിൽ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്താണെന്ന് തോന്നുന്നു. എന്തോ അവൾ ക്ലിപ്പ് കുത്തിയല്ലേ അവയ്ക്കും കൂടി വെള്ളം വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നഴ്സറി പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഡോറൊക്കെ ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവളെന്നും സൈക്കിളുമ്മലാണ് കേട്ടോ പോവാറുള്ളത്. അപ്പോൾ അവൾ സൈക്കിളിൽ കയറിയിരുന്നു കേട്ടോ. എന്നും സൈക്കിളിൽ അപ്പോൾ നടക്കാനുള്ള മടി കാരണമാണ് കേട്ടോ ഞാനിപ്പോൾ സൈക്കിൾ എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇതാകുമ്പോൾ തള്ളിക്കൊണ്ടുപോയാൽ മതിയല്ലോ, അവളങ്ങ് അടങ്ങിയിരുന്നോളൂ. അത് കാരണമാണ് ഇപ്പോൾ ഡെയിലി സൈക്കിളിലാണ് 2 നേരം കൊണ്ടുപോകും. പോയിട്ട് അവിടെ അവർ വീട്ടിൽ തന്നെ വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയേ. ഞാൻ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. നഴ്സറിയിലേക്ക് പോകുന്ന വഴിയാണ്. നഴ്സറിയിലെത്തി. കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ സൈക്കിളിൽ വന്നാലും കുറച്ച് നടക്കണം. പിന്നെ ചെരുപ്പൊക്കെ കൃത്യമായിട്ട് അവൾ വൃത്തിയിൽ ഊരി വെക്കും കേട്ടോ. ഇന്ന് എനിക്കൊരു ഉമ്മയൊക്കെ തരാറുണ്ട്. അത് ഇന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അന്നത്തെ വ്ളോഗ് കഴിഞ്ഞ് ടാറ്റാ ബൈ ബൈ.